എന്നാൽ അതേസമയം ഈ എനിക്കൊരു അവസാനമുണ്ട്, ഒരു മരണമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ അവൻ്റെ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ഉത്കണ്ഠയുണ്ട്. മരണപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാം തികഞ്ഞ കോയിൻസിഡൻസാണ്. അവന് ഈ ലോകമെന്നുള്ളത് വളരെ പരിമിതമായ കുറഞ്ഞ സമയം മാത്രമുള്ള ലോകമാണ്. ഇവിടെയുള്ള തകർച്ചകൾ, അവന് അതിനനുഭവിക്കുന്ന വേദനകൾ, അതിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, അതിനൊക്കെ പരലോകത്ത് പ്രതിഫലമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. സഹോദരന്മാരെ, നിരീശ്വരവാദികളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിന് ഒരു മീനിങ് പറയുവാൻ സാധിക്കുകയില്ല. ഒരു പർപ്പസ് ഉണ്ടെന്ന് പറയാൻ ഒരിക്കലും അവർക്ക് സാധ്യമല്ല. കാരണം അവരുടെ വാദപ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള എല്ലാം, നമ്മളടക്കം എല്ലാം താനെ ഉണ്ടായതാണ്. നമ്മുടെ ചുറ്റും ജീവിക്കുന്ന മറ്റു ജീവജാലങ്ങളെപ്പോലെ തന്നെ നമ്മളും എല്ലാം താനെ ഉണ്ടായതാണ്. ഒന്നിനും ഒരു ലക്ഷ്യവുമില്ല. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് നാച്ചുറൽ സെലക്ഷനിലൂടെ മ്യൂട്ടേഷൻ സംഭവിച്ച് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്, അന്നത്തെ ഓരോ സമയത്തെയും ഈ പ്രകൃതിയിലെ അവസ്ഥകൾക്ക്, ആ അവസ്ഥകളെ, അവരുടെ ചുറ്റും ഉള്ള അവസ്ഥകളെ, പരിമിതികളെ, അതിനെ മറികടന്ന് മുന്നോട്ട് പോയ ജീവജാലങ്ങൾ അതിജീവിച്ച് മുന്നോട്ട് പോയി. അതിനെ അതിജീവിക്കുവാൻ സാധിക്കാത്തതൊക്കെ നാശമടഞ്ഞ് ഇല്ലാതെയായി. ആ അതിജീവനത്തിൻ്റെ ഭാഗമായി ഓരോ സൃഷ്ടിജാലങ്ങൾക്കും ആ അതിജീവനത്തിൻ്റെ ഭാഗമായി ഓരോ മാറ്റങ്ങൾ സംഭവിച്ചു. അങ്ങനെ കാലങ്ങൾ കൊണ്ട്, എത്രയോ വർഷങ്ങൾ കൊണ്ട് ഉണ്ടായി വന്ന ഒരു ബ്ലൈൻഡായ ഒരു പ്രോസസ്സിലൂടെ, കുറേ സംഭവവികാസങ്ങളിലൂടെ ഉണ്ടായി വന്ന ജീവജാലങ്ങളിൽ, അനേകം ജീവജാലങ്ങളിൽ ഒരു ജീവി മാത്രമാണ് മനുഷ്യൻ. അങ്ങനെ നോക്കുമ്പോൾ ഈ ഒരു എവല്യൂഷൻ, ഇവർ മുന്നോട്ട് വെക്കുന്ന ഈ ഒരു അവസ്ഥ പ്രകാരം അതുമാത്രമാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെങ്കിൽ ജീവിതത്തിന് ഒരു ലക്ഷ്യവും ഒരർത്ഥവും ഉണ്ടാകാൻ പറ്റൂല. എന്നാൽ യഥാർത്ഥത്തിൽ ഈ ഒരു ബ്ലൈൻഡ് എവല്യൂഷൻ ഇത് മുന്നോട്ട് വെച്ചാൽ, ഇതാണ് നമ്മുടെ അസ്തിത്വത്തിൻ്റെ നിദാനമെങ്കിൽ, ഇങ്ങനെയുള്ള മറ്റൊരു ഫാക്ടറുകളും അതില്ല എങ്കിൽ യഥാർത്ഥത്തിൽ അവരുടെ ജീവിതത്തിൽ ഒരർത്ഥവും കണ്ടെത്തുവാൻ അവർക്ക് സാധിക്കുകയില്ല. ഒരു അർത്ഥവുമില്ലാത്ത ജീവിതമായി മനുഷ്യൻ്റെ ജീവിതം മാറുകയാണ്. യഥാർത്ഥത്തിൽ മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലോകവീക്ഷണ പ്രകാരം ഈ പ്രപഞ്ചത്തിലുള്ള ഒന്നും വെറുതെ ഉണ്ടായതല്ല, വെറുതെ താനെ ഉണ്ടായതുമല്ല. എല്ലാത്തിനും കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. ഈ പ്രപഞ്ചത്തിൽ നമ്മൾ എന്തു നോക്കിയാലും അതിനൊക്കെ കൃത്യമായ ലക്ഷ്യങ്ങൾ നമുക്ക് ചൂണ്ടിക്കാണിക്കുവാൻ സാധിക്കും. അങ്ങനെ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കപ്പെട്ട ഓരോ പ്രതിഭാസങ്ങൾ കൂടിച്ചേർന്ന്, അങ്ങനെ ഒരുപാട് ലക്ഷ്യാധിഷ്ഠിതമായ ഒരുപാട് പ്രതിഭാസങ്ങളും ഒരുപാട് സൃഷ്ടിജാലങ്ങളും ഒരുമിച്ച് ചേർന്ന ഈ പ്രപഞ്ചം, ആ പ്രപഞ്ചത്തിനും സ്വാഭാവികമായും കൃത്യമായ ഒരു ലക്ഷ്യമുണ്ടാകും, ഒരു പരമമായ ഒരു ലക്ഷ്യമുണ്ടാകും. ആ ലക്ഷ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ നിർവഹിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ലക്ഷ്യം എന്താണെന്ന് വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. എന്നെ മാത്രം ആരാധിക്കുവാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ആരാധിക്കുക എന്നതാണ് ലക്ഷ്യം. ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ മുമ്പ് നമ്മൾ അവനെക്കുറിച്ച് അറിയണം, പഠിക്കണം, അള്ളാഹുവിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അള്ളാഹുവിനെക്കുറിച്ച് അറിയുകയും പഠിക്കുകയും അങ്ങനെ അവനെ മാത്രം ആരാധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ശേഷം അള്ളാഹു പറഞ്ഞു, വമാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലാകിന്ന അക്സറഹും ലാ യഅലമൂൻ. അവയെ എല്ലാം നാം സൃഷ്ടിച്ചത്, ജിന്നുകളെയും മനുഷ്യരെയും എല്ലാം സൃഷ്ടിച്ചത് സത്യസന്ധമായ യഥാർത്ഥത്തിലുള്ള ഒരു ലക്ഷ്യത്തിന് വേണ്ടിയാണ്. എന്താണ് ആ ലക്ഷ്യം? അങ്ങനെ അള്ളാഹുവിനെ ആരാധിച്ച് നമ്മൾ ജീവിച്ചാൽ, അല്ലെങ്കിൽ രണ്ടാൽ ഒരു രൂപത്തിൽ മനുഷ്യന് ജീവിക്കാൻ സാധിക്കും. ആ ലക്ഷ്യത്തെ സാക്ഷാത്കരിച്ച് അവൻ്റെ ജീവിതം അവൻ്റെ രക്ഷിതാവിനെ തൃപ്തിപ്പെടുത്തി, ഇഷ്ടപ്പെടുത്തി, ആ ഇഷ്ടം നേടിയെടുത്തുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തുകയാണെങ്കിൽ പരലോകത്ത് അതിനുതകുന്ന നീതിയുടെ ലോകമായ പരലോകത്ത് അവനതിൻ്റെ പ്രതിഫലം, സ്വർഗവും പ്രതിഫലവുമുണ്ട്. എന്നാൽ അതേസമയം ആ ബാധ്യതയെ വിസ്മരിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കുകയാണെങ്കിൽ പരലോകത്ത് അതിനും കൃത്യമായ വിചാരണയും അതിനുതകുന്ന ശിക്ഷയും പരലോകത്ത് ഉണ്ട് എന്നുള്ളതാണ്
നമ്മുടെ ജീവിതത്തിനെക്കുറിച്ചുള്ള വിശ്വാസികളുടെ കാഴ്ചപ്പാട്. നമ്മുടെ ജീവിതത്തിൻ്റെ ഈ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കുവാൻ, അത് തിരിച്ചറിയുവാൻ വേണ്ടി അവൻ പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരുടെ കയ്യിൽ വേദഗ്രന്ഥങ്ങൾ, ആ പ്രവാചകന്മാരുള്ള വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചു. അല്ലാഹു സുബ്ഹാനഹു വ തആലയെക്കുറിച്ച് അറിയുവാനും അവനെ മാത്രം ആരാധിക്കുവാനും അവനെ ആരാധിക്കേണ്ട രീതികൾ പഠിപ്പിക്കുവാനും പ്രവാചകന്മാരെ നിയോഗിച്ചു. ആ പ്രവാചകന്മാരിലെ അവസാനത്തെ കണ്ണിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ വിഷയങ്ങളിലും നമുക്ക് കൃത്യമായ നിയമങ്ങളും നിർദ്ദേശങ്ങളും മുന്നോട്ട് വെച്ചു. ഇസ്ലാം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ അവൻ നിർവഹിക്കുന്ന എന്ത് പ്രവർത്തനമാണെങ്കിലും അതിൽ അഞ്ചാലൊരു വിധി അതിന് ബാധകമാണ്. ഒന്നുകിൽ അവൻ ചെയ്യുന്ന പ്രവർത്തനം അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമായിരിക്കും, അല്ലെങ്കിൽ അത് അവനെ സംബന്ധിച്ചിടത്തോളം ഐച്ഛികമായിരിക്കും, ചെയ്താൽ പ്രതിഫലമുള്ളതും ഒഴിവാക്കിയാൽ കുറ്റമില്ലാത്തതുമായിട്ടുള്ള കാര്യമായിരിക്കും, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനം അനുവദനീയമായിരിക്കും, അല്ലെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം ആ പ്രവർത്തനം നിഷിദ്ധമായിരിക്കും, ചെയ്താൽ പരലോകത്ത് ശിക്ഷ ലഭിക്കുന്ന കാര്യമായിരിക്കും, അല്ലെങ്കിൽ ഉപേക്ഷിച്ചാൽ പ്രതിഫലം ലഭിക്കുന്ന, ചെയ്താൽ ശിക്ഷയില്ലാത്ത കാര്യമായിരിക്കും. ഇങ്ങനെ അഞ്ചാലൊരു വിധി, വാജിബോ അല്ലെങ്കിൽ മൻദൂബോ, അതായത് സുന്നത്തോ, അല്ലെങ്കിൽ ഹലാലോ, അതല്ലെങ്കിൽ ഹറാം, അതല്ലെങ്കിൽ മക്രൂഹ് എന്ന അഞ്ചാലൊരു വിധിയിൽ ഒരു മനുഷ്യൻ്റെ എല്ലാ പ്രവർത്തനത്തിനും ഈ അഞ്ചാലൊരു വിധി ബാധകമാണ്. എന്തിനധികം ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുകയാണെങ്കിൽ പോലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അത് വെറുതെയാകുന്നില്ല. ഒന്നുകിൽ അവന് വെറുതെ ഒരു ദാഹം ശമിപ്പിക്കാൻ വേണ്ടി കുടിച്ചതാണെങ്കിൽ അവനെ സംബന്ധിച്ചിടത്തോളം അത് അനുവദനീയമാണ്. എന്നാൽ ആ വെള്ളം അവൻ കുടിക്കുമ്പോൾ, ഈ വെള്ളം കുടിച്ചിട്ട് എനിക്കെൻ്റെ ആരോഗ്യം ഇതിലൂടെ നേടിയെടുത്ത് ഈ ആരോഗ്യം ഉപയോഗിച്ച് എനിക്ക് നന്മകൾ പ്രവർത്തിക്കണം, എനിക്കെൻ്റെ രക്ഷിതാവിനെ എൻ്റെ ഇഷ്ടം നേടിയെടുക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണം, എനിക്കെൻ്റെ സമൂഹത്തിൽ നന്മകൾ നിർവഹിക്കണം എന്ന ചിന്തയോടും ബോധത്തോടും കൂടിയാണ് കുടിക്കുന്നതെങ്കിൽ ആ വെള്ളം കുടിക്കുക അവനെ സംബന്ധിച്ചിടത്തോളം അത് ഒരു പുണ്യകർമ്മമായി മാറുകയാണ്. എന്നാൽ അതേസമയം ഒരു മനുഷ്യൻ തൻ്റെ ജീവൻ നിലനിർത്തുവാൻ വേണ്ടി ദാഹിച്ച് വലഞ്ഞ് ജീവൻ പോകുമോ എന്ന് ഭയമുള്ള സമയത്ത് വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം കൂടി അവനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്, വാജിബാണ്. എന്നാൽ അതേസമയം ഒരു മനുഷ്യൻ വെള്ളം കുടിക്കുമ്പോൾ തന്നെ അവൻ്റെ ലക്ഷ്യം ഈ വെള്ളം കുടിച്ചിട്ട് വേണം എനിക്ക് സമൂഹത്തിൽ ഇന്ന ദ്രോഹങ്ങൾ ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന തിന്മകൾ നിർവഹിക്കാൻ വേണ്ടിയാണ് ഞാൻ വെള്ളം കുടിക്കുന്നത്, ചിന്തയോടുകൂടി വെള്ളം കുടിക്കുകയാണെങ്കിൽ ആ വെള്ളം കൂടി പോലും അവനെ സംബന്ധിച്ചിടത്തോളം നിഷിദ്ധമായി മാറുകയാണ്. അങ്ങനെ ഓരോ പ്രവർത്തനത്തിനും നമുക്ക് അഞ്ചാലൊരു വിധി നമുക്ക് കാണാൻ സാധിക്കും. വ്യക്തിഗതമായ ജീവിതത്തിൽ ഒരു വിശ്വാസിക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നത് ഒരിക്കലും ഇസ്ലാം അത് പ്രശ്നമാക്കുന്നില്ല. അതായത് ആത്യന്തികമായ ജീവിതത്തിൻ്റെ ലക്ഷ്യം അള്ളാഹുവിൻ്റെ ഇഷ്ടവും തൃപ്തിയും നേടിയെടുക്കലാണെങ്കിൽ, എന്നാൽ ഓരോ വ്യക്തിക്കും അവൻ്റെ ജീവിതത്തിൽ വ്യത്യസ്തമായ ലക്ഷ്യങ്ങളുണ്ടാകാം. അല്ലേ, ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അവൻ വലുതായി അവന് ഡോക്ടറാകണം, അല്ലെങ്കിൽ എൻജിനീയർ ആകണം, അല്ലെങ്കിൽ ഇന്ന ഒരു പ്രൊഫഷൻ നേടിയെടുക്കണം, അല്ലെങ്കിൽ ഇന്ന ഒരു മേഖലയിൽ തനിക്ക് സേവനങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ജീവിതത്തിൽ എനിക്ക് എൻ്റെ ലക്ഷ്യങ്ങളായി എനിക്ക് നിർവഹിക്കേണ്ടതുണ്ട് എന്ന വ്യക്തിഗതമായ ലക്ഷ്യങ്ങൾ ഉണ്ടാകുന്നതിന് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും അവൻ്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യം അതെതിരാകുന്നില്ല. എന്നാൽ അതേസമയം ആത്യന്തികമായ ജീവിത ലക്ഷ്യത്തിന് എതിരാകാത്ത വിധത്തിൽ അതിനോട് യോജിച്ചു പോകുന്ന രൂപത്തിലുള്ള ലക്ഷ്യങ്ങളായിരിക്കണം വിശ്വാസികൾക്ക് ഉണ്ടായിരിക്കേണ്ടത് എന്ന് മാത്രം. എന്നിരുന്നാലും ഒരു വിശ്വാസിക്ക് അവൻ്റെ ഈ ലോകത്ത് ചെയ്യാവുന്ന, അവൻ്റെ ജീവിതത്തിൽ അവർക്ക് നേടിയെടുക്കാവുന്ന ഏറ്റവും പുണ്യമുള്ള, ഏറ്റവും മഹത്തായ കാര്യമെന്നുള്ളത് ഇസ്ലാമികമായ വിജ്ഞാനങ്ങൾ നേടിയെടുക്കുക, അത് ജീവിതത്തിൽ കരസ്ഥമാക്കുക, അത് പരമാവധി ജീവിതത്തിൽ പകർത്തുക, അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളാണ്. അതാണ് പ്രവാചകരുടെ പാത, പ്രവാചകരുടെ മാതൃക. ആ കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ ദീനെന്താണെന്ന്, ഈ മതം എന്താണെന്ന് പഠിച്ച് അത് പകർത്തി മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനുള്ള പരിശ്രമങ്ങളിൽ ഏർപ്പെടുക എന്നതാണ് ഒരു മനുഷ്യന് ചെയ്യാവുന്ന ഏറ്റവും, ഇഹലോകത്ത് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യങ്ങൾ എന്നുള്ളത്. അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് പല ലക്ഷ്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാകുമ്പോൾ സഹോദരന്മാരെ, നമ്മൾ കൃത്യമായ ലക്ഷ്യങ്ങൾ നമ്മൾ ജീവിതത്തിൽ കാണുമ്പോഴേ നമുക്ക് ജീവിതം അർത്ഥവത്തായി വിനിയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ. നമ്മൾ ജീവിക്കുന്ന ഓരോ സമയവും, നമ്മൾ കടന്നു പോകുന്ന ഓരോ സമയവും, നമ്മുടെ ആരോഗ്യവുമൊക്കെ പരലോകത്ത് അതിന് ചോദ്യമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതം മുഴുവൻ അവൻ നന്മയിൽ വിനിയോഗിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അവൻ്റെ സമയം മുഴുവൻ അവൻ നന്മയിൽ വിനിയോഗിക്കുവാൻ വേണ്ടി പരിശ്രമിക്കും. അങ്ങനെ നന്മ കാഴ്ച വെച്ചുകൊണ്ടുള്ള ജീവിതം മുന്നോട്ട് നയിക്കുവാൻ ഓരോ വിശ്വാസിയും കടപ്പെട്ടവനാണ്. അങ്ങനെ ഓരോ സമയം അവൻ കഴിയും തോറും തൻ്റെ മരണത്തിലേക്ക് അടുക്കുകയാണ്.
അല്ലേ? ഈ ലോകത്ത് ഒറ്റ ജീവിതമേ ഉള്ളൂ. ഇവിടെ അവൻ നിർവഹിക്കുന്ന ഓരോ പ്രവർത്തനത്തിനും അവന് പരലോകത്ത് പ്രതിഫലമുണ്ട്, അല്ലെങ്കിൽ അവന് ശിക്ഷയുണ്ട് എന്ന് മനസ്സിലാക്കുന്ന വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിലൂടെ കഴിഞ്ഞു പോകുന്ന ഓരോ നിമിഷങ്ങളും അവൻ്റെ ഈ ഒരു ജീവിതത്തിൽ അവൻ്റെ ലക്ഷ്യത്തിലേക്കുള്ള സമയം അവൻ തീരുകയാണെന്ന് തിരിച്ചറിയുമ്പോൾ അവൻ്റെ ജീവിതം പരമാവധി നന്മകളിൽ വ്യാപൃതമാകാൻ, തിന്മകളിൽ നിന്ന് മാറി നിൽക്കാൻ ആ ഒരു ചിന്ത അവന് കാരണമാകും എന്നുള്ളതാണ്. അങ്ങനെ ജീവിതത്തിന് കൃത്യമായ ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യമില്ലെങ്കിൽ സഹോദരന്മാരെ എന്താണ് സംഭവിക്കുക? കൃത്യമായ ജീവിതത്തിന് ഒരു പരമമായ ഒരു ലക്ഷ്യം നമുക്ക് കണ്ടെത്താൻ സാധ്യമല്ലെങ്കിൽ വലിയ മാനസികമായ വിഷാദം നമുക്കുണ്ടാകും. ജീവിതത്തിൽ തകർച്ചകളും കഷ്ടപ്പാടുകളും ഉണ്ടാകുമ്പോൾ പ്രത്യേകിച്ചും വലിയ വിഷാദങ്ങൾ, വലിയ പ്രശ്നങ്ങൾ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ കാണുന്ന വലിയൊരു ലക്ഷ്യം വലിയൊരു ബിസിനസ് കെട്ടിപ്പടുക്കലാണെന്ന് കരുതുക. എന്നിട്ട് അവൻ ഒരുപാട് പ്രയാസപ്പെട്ട്, ഒരുപാട് പണം മുടക്കി, ഒരുപാട് അധ്വാനിച്ച് അവൻ്റെ ബിസിനസ് അവൻ വളർത്തി വലുതാക്കി. എന്നാൽ അത് ഏറ്റവും വലിയ നഷ്ടത്തിൽ അത് കൂപ്പുകുത്തി എന്ന് വിചാരിക്കുക. എങ്കിൽ സഹോദരന്മാരെ, ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പിന്നെ അവൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല. പിന്നെ എന്തിനാണ് അവൻ ജീവിക്കുന്നത്? അവൻ ജീവിതത്തിൽ വലിയ ലക്ഷ്യമായി കണ്ട ബിസിനസ് ഒന്നുമല്ലാതെ എല്ലാ അർത്ഥത്തിലും തകർന്ന് തരിപ്പണമായി. പിന്നെ അവനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൻ്റെ ഒരർത്ഥവുമില്ലാതെയായി. എന്നാൽ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഇതേ ഉദാഹരണം നമ്മൾ എടുത്തു നോക്കും. അവൻ്റെ ജീവിതത്തിൽ ആ ബിസിനസ് കൊണ്ട് അവൻ ലക്ഷ്യം വെച്ചത് അവൻ സമൂഹത്തിന് സേവനം ചെയ്യണം, പണമുണ്ടാക്കിയിട്ട് ആ പണം കൊണ്ട് പരമാവധി നന്മകൾ ചെയ്യണമെന്നാണെങ്കിൽ അവൻ ആ ബിസിനസ്സിന് വേണ്ടി, അവൻ പണം ഉണ്ടാക്കാൻ വേണ്ടി അധ്വാനിക്കുന്ന ഓരോ അധ്വാനവും അതൊക്കെ അവൻ്റെ നന്മകളുടെ തുലാസുകളിൽ അല്ലെങ്കിൽ നന്മയുടെ ഏടുകളിൽ രേഖപ്പെടുത്തപ്പെടണം. അതൊക്കെ പരലോകത്ത് നന്മകളായി അവന് കണ്ടെത്താൻ സാധിക്കും. എന്ന് മാത്രമല്ല, ആ ബിസിനസ്സിനി എങ്ങാനും തകർന്ന് തരിപ്പണമായി ഒന്നുമല്ലാതെ ആയാൽ പോലും അവന് ഈ ലോകമെന്നുള്ളത് വളരെ പരിമിതമായ കുറഞ്ഞ സമയം മാത്രമുള്ള ലോകമാണ്. ഇവിടെയുള്ള തകർച്ചകൾ, അതിനനുഭവിക്കുന്ന വേദനകൾ, അതിൽ അനുഭവിക്കുന്ന കഷ്ടതകൾ, അതിനൊക്കെ പരലോകത്ത് പ്രതിഫലമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന ഓരോ വേദനയും പ്രയാസവും അല്ലാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കാണാൻ സാധിക്കും. ഹത്ത ഷൗക്കത യുശാഖുഹ, ഒരു മുള്ളു തറക്കുന്നത് പോലും അവന് പരലോകത്ത് പ്രതിഫലമായി കടന്നു വരും. അപ്പോൾ അവന് അനുഭവിക്കുന്ന ഓരോ പ്രയാസങ്ങൾക്കും പരലോകത്ത് അവൻ്റെ ജീവിതത്തിൽ അർത്ഥമുണ്ട്. അവൻ അനുഭവിക്കുന്ന ഓരോ കഷ്ടതകൾക്കും അർത്ഥമുണ്ട്. അപ്പോൾ ബിസിനസ് തകർന്നാലും അവന് ലാഭമാണ്. ആ ബിസിനസ് വിജയിച്ച് വലിയ പണമുണ്ടാക്കിയാലും അവന് ലാഭമാണ്. ഇനി അവൻ ആ ബിസിനസ് കെട്ടിപ്പടുക്കുന്നിടയിൽ മരണപ്പെട്ടു പോയി എങ്കിലും അവന് ലാഭമാണ്. കാരണം അവൻ അത്രയും കാലം ജീവിച്ചത് നല്ല ലക്ഷ്യത്തിലായിരുന്നെങ്കിൽ അതിൻ്റെ പ്രതിഫലങ്ങൾ അവൻ നേടിയെടുക്കാൻ സാധിക്കും. എന്നാൽ അതേസമയം ഒരു അവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ലക്ഷ്യം നിർവഹിക്കുന്നതിന് മുമ്പ് അവൻ മരിച്ചു പോയാൽ പിന്നെ അവൻ്റെ ജീവിതത്തിന് എന്തർത്ഥമാണുള്ളത്, എന്ത് അർത്ഥമാണ് പിന്നെ അവൻ്റെ ജീവിതത്തിനുള്ളത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അങ്ങനെ മേൽപ്പറഞ്ഞ രൂപത്തിൽ നമ്മൾ ഈ ഒരു വ്യത്യാസം ഈ ലോകത്ത് തന്നെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുമെങ്കിൽ യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വ്യത്യാസം യഥാർത്ഥത്തിൽ അതിൻ്റെ പരമമായ വ്യത്യാസം നിലകൊള്ളുന്നത് അത് പരലോകത്താണ്. മരണമെന്ന യാഥാർത്ഥ്യം ഏതൊരു മനുഷ്യനെയും പിടികൂടും. ആ മരണമെന്ന യാഥാർത്ഥ്യം അവൻ അതുമുതലാണ് റൂഹിനെ, അവൻ്റെ ആത്മാവിനെ പിടിക്കുന്നത് മുതലാണ് യഥാർത്ഥത്തിൽ അവൻ്റെ ഈ വ്യത്യാസങ്ങളുടെ വലിയ ഒരു ഭാഗം ഉണ്ടാകുന്നത്. എനിക്കൊരു അന്ത്യവും ആരംഭവും ഉണ്ട് എന്ന് തിരിച്ചറിയുന്നത് മുതൽ യഥാർത്ഥത്തിൽ സഹോദരന്മാരെ, ഒരു മനുഷ്യൻ്റെ മനസ്സിന് ഉണ്ടാകുന്നൊരു ഉത്കണ്ഠയുണ്ട്. ഞാൻ എവിടെ നിന്നാണ് വന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്, അല്ലേ? എനിക്കൊരു ആരംഭമുണ്ടെന്ന് മനസ്സിലാക്കുമ്പോഴാണ് ഈ ചിന്ത ഉണ്ടാവുക. എന്നാൽ അതേസമയം എനിക്കൊരു അവസാനമുണ്ട്, ഒരു മരണമുണ്ട് എന്ന് മനസ്സിലാക്കുമ്പോൾ മനുഷ്യൻ്റെ മനസ്സിൻ്റെ ഒരു ഉത്കണ്ഠയുണ്ട്. മരണപ്പെട്ടിട്ട് പിന്നെ ഞാൻ എങ്ങോട്ടാണ് പോകുന്നത്, ഞാൻ എന്തിനാണ് ഇവിടെ ജീവിക്കുന്നത്, ഞാൻ എങ്ങനെയാണ് ഇവിടെ എത്തിയത്? ഈ ചോദ്യങ്ങൾക്കൊന്നുമുള്ള ഉത്തരം ഒരു നിരീശ്വരവാദിയെ സംബന്ധിച്ചിടത്തോളം ഇല്ല. എല്ലാം തികഞ്ഞ കോയിൻസിഡൻസാണ്, എല്ലാം സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റാണ്. എന്തിന് ഞാൻ നന്നാവണം, എന്തിന് ഞാൻ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം, എന്തിന് ഞാൻ ഈ ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, അതിനൊന്നും ഉത്തരമില്ല. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിലനിൽപ്പിൻ്റെ അസ്തിത്വവുമായി ബന്ധപ്പെട്ട ഏറ്റവും അടിസ്ഥാനപരമായ ചോദ്യങ്ങൾക്ക് കൃത്യമായി ഉത്തരങ്ങൾ അവനക്ക് കണ്ടെത്താനുണ്ട്, അവനക്ക് പറയാനുണ്ട്. അവൻ എവിടെ നിന്ന് വന്നു, അവൻ എങ്ങോട്ട് പോകുന്നു, ഈ ജീവിതം എന്തിന്, ഈ ജീവിതത്തിലെ കഷ്ടതകൾ എന്തിന്, പ്രയാസങ്ങൾ എന്തിന്, ഇവിടെ നന്മകൾ എന്തിന് ചെയ്യണം, ഇവിടെ തിന്മകൾ ചെയ്താലുള്ള ഭവിഷ്യത്തുകൾ എന്താണ്, എല്ലാത്തിനും ഒരർത്ഥമുണ്ട്. ജീവിതത്തിൻ്റെ തുടക്കം മുതൽ അവസാനം വരെ എല്ലാത്തിനും ഒരു മീനിങ് ഫുള്ളായിട്ടുള്ള, പർപ്പസ്ഫുള്ളായിട്ടുള്ള ലൈഫ് കാഴ്ചവെക്കുവാൻ, അങ്ങനെ ക്രിയേറ്റീവായ ഒരു ജീവിതം മുന്നോട്ട് വെക്കുവാൻ, തികഞ്ഞ മനസ്സമാധാനത്തോടു കൂടി ജീവിക്കുവാൻ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സാധിക്കുമെന്നുള്ളത് വിശ്വാസികൾക്ക് ലഭിക്കുന്ന ജീവിത ലക്ഷ്യത്തിലൂടെ ലഭിക്കുന്ന, അത് തിരിച്ചറിയുന്നതിലൂടെ, അത് മനസ്സിരുത്തുന്നതിലൂടെ ലഭിക്കുന്ന സമാധാനവും സന്തോഷവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. എന്നു മാത്രമല്ല സഹോദരന്മാരെ, ഈ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എങ്കിൽ പിന്നെ
വംശഹത്യ അടക്കമുള്ള കാര്യങ്ങളെ എന്തിനെതിർക്കണം? വംശഹത്യകളെ എന്തിനെതിർക്കണം? തിന്മകളെ, കൊള്ളരുതായ്മകളെ എന്തിനെതിർക്കണം? എന്തിന് മറ്റുള്ളവരുടെ നന്മകൾക്ക് വേണ്ടി ഞാൻ പരിശ്രമിക്കണം? അതെല്ലാം പാഴ്വേലയാണെങ്കിൽ, അതിനൊന്നും ഒരു അർത്ഥവും ഫലവുമില്ലെങ്കിൽ, സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് എന്നാണല്ലോ എവല്യൂഷനിൽ പറയുന്ന ഏറ്റവും അടിസ്ഥാനപരമായ ഘടകം. ഏറ്റവും നിലനിൽക്കുവാൻ അനുയോജ്യമായത് നിലനിൽക്കുന്നു എന്നാണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ ഈ വംശഹത്യ എന്നുള്ളത് ആ രൂപത്തിൽ വിശദീകരിക്കാവുന്നതല്ലേ? ആ ജനങ്ങൾ പിന്നെ വധിക്കപ്പെടുന്ന വലിയ അക്രമങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ഗസയിലെ പോലെയുള്ള മുസ്ലിം സമുദായങ്ങൾ, സഹോദരന്മാർ, അതുപോലെ പല നാടുകളിലും പീഡനങ്ങൾക്ക് വിധേയരായിക്കൊണ്ടിരിക്കുന്ന ആളുകൾ, അവർ പീഡിപ്പിക്കപ്പെടാനാണ് വിധിയുടെ, അല്ലെങ്കിൽ ഈ ഒരു പ്രകൃതിയുടെ വിധി, അല്ലെങ്കിൽ പ്രകൃതി അങ്ങനെയാണ്, അവർ നിലനിൽക്കേണ്ടവരായിരുന്നെങ്കിൽ നിലനിൽക്കുമായിരുന്നു എന്ന് വിശദീകരിക്കപ്പെടാമല്ലോ. ഏത് തിന്മയെയും ആ അർത്ഥത്തിൽ വിശദീകരിക്കാം, ആർക്കെതിരെ നടത്തുന്ന അക്രമങ്ങളെയും ആ അർത്ഥത്തിൽ വിശദീകരിക്കപ്പെടാം. എങ്കിൽ സഹോദരന്മാരെ, അങ്ങനെ കേവലമായ ഒരു എവല്യൂഷൻ കൊണ്ട് എല്ലാം വിശദീകരിച്ച് കളയുവാൻ സാധിക്കുകയില്ല. അങ്ങനെ വിശദീകരിച്ചാൽ മനുഷ്യരുടെ ജീവിതത്തിന് അർത്ഥവും ഉണ്ടാവുകയില്ല. എന്ന് മാത്രമല്ല, എല്ലാ അർത്ഥത്തിനുള്ള സമാധാനവും സന്തോഷവും ഇല്ലായ്മ ചെയ്യുന്ന, എല്ലാ നന്മകളെയും ഇല്ലായ്മ ചെയ്യുന്ന ഒരു വിശദീകരണമായിരിക്കും അത് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിന് കൃത്യമായ അർത്ഥവും ലക്ഷ്യവുമുണ്ട് എന്നുള്ളത് നമ്മൾ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അങ്ങനെ ജീവിതം ചിട്ടപ്പെടുത്തുവാൻ പരിശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.